ഇന്നത്തെ നമ്മുടെ വീഡിയോ ആർക്കും വളരെ രുചികരമായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയാണ്. ഇന്നത്തെ കടലക്കറിയും നമ്മൾ കുക്കറിൽ വെച്ചിട്ടാണ് പാചകം ചെയ്തെടുക്കുന്നത്. കടലക്കറിക്കായിട്ട് 300 ഗ്രാം കടല തലേ ദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്കായിട്ട് മസാല തയ്യാറാക്കണം. 1/4 ടീസ്പൂൺ അളവില് പെരിഞ്ജീരകം, 2 സ്പൂൺ അളവില് മുഴുവൻ മല്ലി, 15 ബദാം പരിപ്പ്, 3 ഏലക്ക, 2 ഗ്രാമ്പു, 2 കഷ്ണം നാളികേരം, ടീസ്പൂൺ അളവില് കുരുമുളക്, 8 വറ്റൽ മുളക്, ബോൾ വെളുത്തുള്ളി, 1 ലീഫും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലകൾ ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുളക് വളരെ എളുപ്പത്തിൽ മുരിഞ്ഞു കിട്ടാനായിട്ട് ഒന്ന് ഒടിച്ച് വേണം ചേർക്കാനായിട്ട്. മസാലകൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് 2 സവാള നമുക്കൊന്ന് നൈസായിട്ട് കട്ട് ചെയ്ത് കൂടെ വെക്കാം. ഇപ്പോൾ മസാല നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒന്ന് പൊടിച്ചുകൂടി എടുക്കണം. ഇനി ഉടൻ തന്നെ കടലക്കറിയുടെ പാചകം തുടങ്ങാം. ഇതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ കടുക് ചേർക്കാം. കടുക് പൊട്ടി വന്നാൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള 2 സവാള ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളക് കൂടി ഒടിച്ച് ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ടൊന്ന് വാടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കണം. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇതിന്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കാം. മുളക് പൊടി ഇപ്പോൾ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച മസാലകൾ കൂടി ചേർത്ത് നന്നായിട്ട് വീണ്ടും വഴറ്റാം. മസാലകൾ നല്ലോണം മൂപ്പായി കഴിഞ്ഞാൽ ഒരു തക്കാളി അരച്ചത് കൂടി ചേർത്ത് വീണ്ടും ഒന്നുകൂടെ വഴറ്റിയെടുത്തിട്ടുള്ള അരപ്പ് കുക്കറിലേക്ക് ചേർക്കാം. നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് എല്ലാം കുക്കറിൽ വെച്ച് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുതിർത്തിയ കടലയും കൂടി ചേർത്ത് മസാലയും കടലയുമായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കടല വെന്തു വരാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കുക്കർ മൂടി 6 വിസിൽ വരുന്നത് വരെയും നമുക്ക് വേവിച്ചെടുക്കാം. ആദ്യ വിസില് ഫുൾ ഫ്ലെയിമിലും അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ബാക്കിയുള്ള വിസിലും അടുപ്പിച്ചെടുക്കേണ്ടത്. അങ്ങനെ കുക്കറിന്റെ എയറെല്ലാം പോയി തണുത്തു വന്നപ്പോൾ മൂടി ഒന്ന് തുറന്നു നോക്കുവാണ്. ഇപ്പോൾ നമ്മുടെ കടലക്കറി നല്ല പോലെ തന്നെ വറ്റി നല്ല കൊഴുത്ത ഗ്രേവിയിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ കറിയിലേക്ക് ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് റിസർവിംഗ് ബൗളിലേക്ക് കൂടെ മാറ്റുന്ന താമസം മാത്രമേ ഉള്ളൂ. വളരെ രുചികരമായിട്ടുള്ള കടലക്കറി ഇവിടെ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി അപ്പത്തിനും പുട്ടിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ സൈഡായിട്ട് എടുക്കാൻ പറ്റിയ ഈ ഒരു രുചികരമായിട്ടുള്ള കടലക്കറി എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കണേ. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.